ഞാനിപ്പോ ഓണത്തിന് പൂ വിളവെടുക്കാൻ നട്ട ബന്ധിത്തൈകളുടെ അടുത്താണ്. അപ്പൊ ബന്ധിത്തൈകൾക്ക് നമ്മ ഇപ്പൊ തലപ്പുന്നുള്ളി പൊട്ടാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇടണേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീനറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇട്ടേക്കാം. അപ്പൊ നമ്മ തലപ്പ് നുള്ളി കൊടുത്ത ബന്ധിത്തൈകളാണ് ഇതൊക്കെ. ഈ തലപ്പ് നമുക്ക് വേറെ നട്ടും കൊടുക്കാം. അപ്പൊ നമുക്ക് വേറെയും തൈകളായി. പിന്നെ എന്നിട്ട് പൊട്ടാഷ് നമ്മ തടത്തിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ബ്രാഞ്ചസ് ഒക്കെ വരും. നമ്മ തലപ്പ് നുള്ളിയില്ലെങ്കിൽ ഒറ്റ ബ്രാഞ്ചസാ വരുള്ളൂ, കുറച്ച് പൂക്കളാ ഉണ്ടാവുള്ളൂ. തലപ്പ് നുള്ളിയാൽ മാത്രമേ നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പൂ കിട്ടുള്ളൂ. അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമ്മ വെന്തി നടാനായിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ എന്റെ കുറെ വെന്തിത്തൈകളൊക്കെ ഒച്ചു തിന്ന് നശിപ്പിച്ചു. നമ്മ എല്ലാ ഡ്രമ്മിലും വെന്തി നട്ടിരുന്നാണ്. ഈ തവണ നമ്മ ഡ്രമ്മിലാണ് വെന്തി നട്ടിരുന്നത്. എങ്കിൽ കൂടിയും രാത്രിയിലാണല്ലോ ഈ ഒച്ചിന്റെ ശല്യം. ഒച്ച് വന്നിട്ട് കംപ്ലീറ്റ് തൈകളും നശിപ്പിച്ചു കണ്ട. ഇതൊക്കെ ഒച്ച് തിന്ന് നശിപ്പിച്ചതാണ്. ഒച്ചെന്ന് പറഞ്ഞാൽ ഇതിന്റെ തണ്ടടക്കം അവര് തിന്നണേണ്, തണ്ടും മേലൊക്കെ അടക്കം. അപ്പൊ മൊത്തം ചെടി നശിച്ചു പോവുകയാണ്. അപ്പൊ കുറച്ച് ബന്ധിത്തൈ മാത്രമാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഉള്ളതിനെ നമുക്ക് സംരക്ഷിക്കാം. ഇപ്പൊ പൊട്ടാഷ് നമ്മ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നിറച്ച് പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകാനാണ് ചെടികൾക്ക് പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടാഷ് നമുക്ക് വളക്കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടാ. നമുക്കൊരു ബക്കറ്റ് വെള്ളത്തേക്കൊക്കെ ഇത്രയും വേണ്ടി വരുള്ളൂ. പൊട്ടാഷ് കൂടാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങൾ പൊട്ടാഷൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം വെന്തി ഈ തവണ നട്ടോരൊക്കെ ഇതേപോലെ തലപ്പുന്നുള്ളി പൊട്ടാഷ് കലർന്ന വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ഓണത്തിന് ഇഷ്ടം പോലെ പൂ പറിക്കുകയും ചെയ്യാം.